സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പ്, ഇതേപോലെ നമ്മളെ കയ്യിലൂടെ എപ്പോഴെങ്കിലും കടന്നു പോയിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മളെ കയ്യിലൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ ഇതേപോലെ കീറിയിട്ടുള്ള 10 രൂപ നോട്ടായാലും കീറിയിട്ടുള്ള പൈസ. നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതേപോലത്തെ സെലോ ടേപ്പിൽ വെള്ള കളർ സെലോ ടേപ്പ് എടുത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുക. അത് ഒട്ടിച്ചാലും അതിലൊരു തിളക്കം കാരണം പെട്ടെന്ന് തന്നെ മനസ്സിലാവും നമ്മൾ ഒട്ടിച്ചത്. പിന്നെ അത് ഒരു കടയിലും എടുക്കത്തില്ല. പിന്നെ ഈ ഒരു നോട്ട് നമ്മളെ വീട്ടിൽ തന്നെ വെക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള നോട്ടൊക്കെ കീറി പോയിട്ടുള്ള നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു മെഴുകുതിരി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ചൂടാക്കുമ്പോൾ അതൊന്ന് മെൽറ്റാവില്ല. അതേ ടൈമിൽ തന്നെ അത് ഈ ഒരു കീറിയ ഭാഗത്ത് വെച്ചിട്ട് ഒന്നിങ്ങനെ ഉരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കീറിയത് അങ്ങ് അവിടെ സെറ്റായിട്ടിരിക്കും. പിന്നെ ഈ പൈസ നമ്മൾ കീറിയതാണോ എന്ന് പോലും മനസ്സിലാവില്ല കേട്ടോ. അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കഴിഞ്ഞാൽ കീറിയതൊന്നും മനസ്സിലാവില്ല. ഇത് നമ്മൾ എവിടെ കൊടുത്താലും എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് നോക്കുക. എവിടെയെങ്കിലും എങ്ങനെ ഒട്ടിച്ചിട്ട് ഒന്ന് കൊടുത്ത് നോക്കുക. എന്തായാലും അത് എടുക്കും കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല ഇത് നമ്മൾ ഒട്ടിച്ചിട്ടുള്ള നോട്ടാണെന്ന്. അപ്പോൾ അങ്ങനത്തെ പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമായിരിക്കുമല്ലോ ഇതേപോലത്തെ ഒരു കുഞ്ഞീച്ച. നമ്മൾ ചക്കയിലും മാങ്ങയിലും അതേപോലെ തന്നെ ഫ്രൂട്ട്സിൽ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ അടുക്കളയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ വട്ടമായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ടാവും. അതിനെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. ഇതേപോലത്തെ എന്തെങ്കിലും ഒരു പ്ലേറ്റിലോ പാത്രത്തിലോ കുറച്ച് എണ്ണ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഈച്ചയുള്ള ഭാഗത്ത് വെച്ചിട്ട് നല്ലോണം അങ്ങ് വീശി കൊടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ വീശുന്ന ടൈമിൽ അത് ഈ ഒരു പ്ലേറ്റ് ആയാലും മൂടിയായാലും അതിൻ്റെ മുകളിലേക്ക് അങ്ങ് പറ്റിപ്പിടിക്കും കേട്ടോ. അത് അത്യാവശ്യം നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് തന്നെ അതിൻ്റെ ശല്യം അവിടെ കഴിയും കേട്ടോ. പിന്നെ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. പിന്നെ അത് ഈ ഒരു ഭാഗത്തേക്ക് വരില്ല കേട്ടോ. പെട്ടെന്നൊക്കെ ഇങ്ങനത്തെ ഈച്ചയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇതേപോലത്തെ ചന്ദനത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കൊണ്ട് നമ്മളെ വീട്ടിലുള്ള എലീനെയും പാറ്റേനെയും ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിട്ടിലൻ ടിപ്പാണ് കേട്ടോ. നമുക്കിത് 100% എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് ചെറിയൊരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളെ ടൂത്ത് പേസ്റ്റ് കോൾഗേറ്റിൻ്റെ വെള്ള കളർ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. പിന്നെ വേണ്ടത് 2 ചന്ദനത്തിരിൻ്റെ ഇതാണ്. അതൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു പേസ്റ്റിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മുടെ ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുളയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്ന ടൈമിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ പാറ്റ കൂറാന്നൊക്കെ പറയില്ലേ, ചില സ്ഥലത്ത് കൂറാന്നൊക്കെയാണ് പറയുക. അതിൻ്റെ ശല്യമൊക്കെ പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ എലി ശല്യം ഉള്ളിടത്തിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു പരിസരത്തേക്ക് എലി വരത്തില്ല കേട്ടോ. ഞാനിവിടെ ഗ്യാസിൻ്റെ ടോപ്പിൻ്റെ അവിടെയും അതേപോലെ തന്നെ നമ്മളെ ചെടിയൊക്കെ വെച്ചിട്ടുള്ള അവിടെയും അതേപോലെ തന്നെ സിലിണ്ടറൊക്കെ വെച്ചില്ല അവിടെയൊക്കെയാണ് പാറ്റേൻ്റെ ശല്യമൊക്കെ നന്നായിട്ട് ഉണ്ടാവുക. അപ്പോൾ അവിടെയൊക്കെയാണിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ജാറിൽ നമ്മൾ എന്തെങ്കിലും മസാലയൊക്കെ അരച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. പിന്നെ നമ്മൾക്ക് വേറെ എന്തെങ്കിലും കറിയൊക്കെ വെക്കുമ്പം അതിൻ്റെ ഒരു സ്മെല്ല് ഈ ഒരു കറിക്ക് കൂടെ ഉണ്ടാവും. ഈ ഒരു ജാറ് നമ്മൾ കഴുകിക്കഴിഞ്ഞാലും അത്യാവശ്യം ഒരു സ്മെല്ല് പോവില്ല. അങ്ങനെയുള്ള സമയത്ത് ഒരു ചെറിയ കഷ്ണം പേപ്പർ കത്തിച്ചിട്ട് ഈ ഒരു ജാറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതങ്ങ് തീ ഉണ്ടെങ്കിൽ അത് ഊതിക്കെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഈ ഒരു പുക കാരണം അതിൻ്റെ അകത്തുള്ള ഈ ഒരു സ്മെല്ലൊക്കെ നല്ല രീതിക്ക് തന്നെ മാറിക്കിട്ടും കേട്ടോ. എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് എന്ത് തരം സ്മെല്ലുണ്ടെങ്കിലും അതൊക്കെ മാറും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇതേപോലത്തെ ഒരു പാലിൻ്റെ കവറോ അല്ലെങ്കിൽ തൈരിൻ്റെ കവറോ എന്തെങ്കിലും കവറൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക. അതിനെക്കൊണ്ട് 2-3 കിട്ടിലൻ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പം ആദ്യത്തെ ഒരു ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു വാഷർ ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിലൂടെ തണുപ്പ് ചെറുങ്ങനെയൊക്കെ പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് നല്ലോണം കൂടുകയും ചെയ്യും. ഫ്രിഡ്ജ് ശരിക്കും അടയത്തില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആ ഒരു വാഷറിന് എന്തെങ്കിലും കേട് പറ്റിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഇതേപോലത്തെ ഒരു കവറ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ അടയ്ക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കവറ് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാഷർ കുറച്ച് ലൂസായിരിക്കും.
അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഏറെ സഹായിക്കും കേട്ടോ. ഈ ഒരു കവറിൽ നിന്നല്ല, വേറെ എന്തെങ്കിലും കവറോ എന്തെങ്കിലും തുണിയോ തുണി അയച്ചാൽ കുറച്ചും കൂടി, ഇത് കവറാകുമ്പോൾ അത്രയും ഇതല്ലേ. അപ്പോൾ ഈ ഒരു കവർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ പിടിച്ച് വലിക്കുമ്പോൾ കവറ് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഫ്രിഡ്ജ് ഈ ഒരു ഇതിനൊന്നും വാഷറിനൊന്നും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു തൈരിൻ്റെ കവറിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ എപ്പോഴും ഫ്രിഡ്ജ് തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ടെമ്പറേച്ചർ താണു പോകും. അപ്പോൾ പിന്നെ അധികം നമുക്ക് കറണ്ട് അവിടെ ചിലവാകുകയാണ് ചെയ്യുന്നത്. പിന്നും ഫ്രിഡ്ജ് താഴ്ത്ത് വരണമെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് കുപ്പിയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കവറിലോ ഒക്കെ വെള്ളം നിറച്ചിട്ട് ഫ്രീസറിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു കവറിൽ നിറച്ചത് പെട്ടെന്ന് തന്നെ ഐസായിട്ട് മാറുമല്ലോ. പിന്നെ നമ്മളെപ്പോഴും ഫ്രിഡ്ജ് തുറന്നാലും കുഴപ്പമില്ല, ഫ്രിഡ്ജ് തുറക്കുമ്പം ഈ ഒരു ടെമ്പറേച്ചർ അതേ ലെവലിൽ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞ ഇത്രയും ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.